ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനിയും വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധന വർഷത്തിൻ്റെ 36ാമത്തെ ഞായറാഴ്ച ആണ്. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 6ാമത്തെ ഞായറാഴ്ച ആണ്. ഇന്നത്തെ ധ്യാനവിഷയവും പെന്തക്കോസ്തിക്ക് ശേഷം 6ാം ഞായറാഴ്ച എന്നതാണ്. മിഷൻ സൺഡേ ആയിട്ട് സഭ ഈ ദിവസത്തെ കാണുന്നു. 72 അറിയിപ്പുകാരുടെ ഓർമ്മയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം 13ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വേദഭാഗം ആണ്. ശ്ലീഹന്മാരുടെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞു. ഈ 72 അറിയിപ്പുകാരുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയിരുന്നു അവർ, സാധാരണക്കാരായിരുന്നു അവർ, ഉത്സാഹമുള്ളവരായിരുന്നു, എവിടെ പോകുവാനും തയ്യാർ ഉള്ളവർ ആയിരുന്നു, കൃത്യനിഷ്ഠയുള്ളവരായിരുന്നു, വിശ്വാസമുള്ളവരായിരുന്നു, ദൈവകൃപകളെയും ശക്തിയെയും നേരിൽ കണ്ടവരായിരുന്നു. നാം അവരിൽ നിന്നും പഠിക്കേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. വിശ്വാസമുള്ളവർ ആയിരിക്കണം. രണ്ടാമത്തത് കൃത്യനിഷ്ഠ ഉള്ളവർ ആയിരിക്കണം. മൂന്നാമത്തത് ഉത്സാഹമുള്ളവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയികൾ ആകുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ നാം ഒരിടത്തും എത്തുകയില്ല എന്നത് അനുഭവത്തിലൂടെ അറിഞ്ഞവർ ആണ് നാം ഓരോരുത്തരും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസം ഉള്ളവർ ആയിരിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് ആവർത്തന പുസ്തകം 11:1 പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്ര അന്വർത്ഥമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 72 അറിയിപ്പുകാരെ പോലെ നാം വിശ്വാസമുള്ളവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും അതോടൊപ്പം ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങളെ സ്വീകരിക്കുവാനും നമുക്ക് അർഹത ഉണ്ടാകുകയുള്ളൂ. ആയതിനാൽ നമ്മൾ എപ്പോഴും വിശ്വാസമുള്ളവർ ആയിരിക്കണം. രണ്ടാമത്തത് കൃത്യനിഷ്ഠ ഉള്ളവർ ആയിരിക്കണം. കൃത്യനിഷ്ഠ ഇല്ലാത്തവർ ഈ ലോകത്തിൽ വിജയിക്കുവാൻ സാധിക്കാത്തവർ ആയിരിക്കും. അവർക്ക് സമയത്തിൻ്റെ വില അറിയാത്തതിനാൽ അവർ സമയം വെറുതെ ചെലവഴിക്കുകയും ശരിയായ രീതിയിൽ സമയത്തെ വില കൽപ്പിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ അതിനെ വ്യർത്ഥമാക്കുന്നു എന്ന് അർത്ഥം. അവരുടെ ജീവിതം അവർ പാഴാക്കി കളയുന്നു. സ്വർഗരാജ്യം അവർക്ക് ലഭിക്കുകയില്ല. കാരണം അവർക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. പ്രാർത്ഥിക്കുവാൻ പോലും എല്ലാത്തിനും അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനാണെങ്കിലും, ഒരു രോഗിയെ ചെന്ന് കാണുന്നതിനാണെങ്കിലും, ദേവാലയത്തിൽ പോകുന്നതിനാണെങ്കിലും ഒക്കെയും അവരുടെ മുമ്പിൽ ഓരോ കാരണങ്ങൾ ഉണ്ടാവും. അവർ പറയും സമയം കിട്ടുന്നില്ല എന്ന്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിലും അവർ ഒരു സുഖവും അനുഭവിക്കുകയില്ല എന്നുള്ളത് പരമസത്യം തന്നെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉത്സാഹമുള്ളവർ ആയിരിക്കണം. ജീവിതത്തിൽ ഉത്സാഹമുള്ളവർ സമയം പാഴാക്കുകയില്ല. സമയത്തെ ശരിക്കും വിനിയോഗിക്കാത്ത വ്യക്തികൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുകയില്ല. ആയതിനാൽ നാം ഉത്സാഹം ഉള്ളവരായിരിക്കണം. അപ്പോൾ നാം ദൈവത്തെ അറിയുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മളുടെ കുടുംബം വളരെ അനുഗ്രഹമുള്ളതായി തീരും, യാതൊരു സംശയവുമില്ല. വിശ്വാസമുള്ളവർ ആയിരിക്കാനും കൃത്യനിഷ്ഠ ഉള്ളവർ ആയിരിക്കാനും ഉത്സാഹമുള്ളവർ ആയിരിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നാം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ 3 കാര്യത്തിലും വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ
നാം ഈ ലോകത്തിൽ ബാക്കിയുള്ള ജീവിതം ആത്മീയമായിട്ട് ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാക്കുന്നതിനും നമുക്ക് സാധിക്കും. അതിനായിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ആരാധനയിൽ സംബന്ധിക്കുകയും മരിച്ചവരെ ശവടക്കുകയും ഉദാശകളിൽ സംബന്ധിക്കുകയും യാമപ്രാർത്ഥനകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും ആയിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഓരോ ഞായറാഴ്ചയും നമുക്ക് ദൈവം തരുന്നത് അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. ആ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ആദ്യം ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഈ ഞായറാഴ്ച അനുഗ്രഹപ്രദമാക്കുവാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ദൈവത്തോട് നന്ദി പറയുകയും അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.